ഒരു വീട്, ഒരു ചെറിയ വീട് ചോരാതെ നമ്മൾ മക്കളെയും കൊണ്ട് മഴയൊക്കെ പെയ്യണ നേരത്ത് ചോരാതെ ഉള്ളിൽ കൂട്ടിപ്പിടിച്ച് മക്കളെയും കൂട്ടിപ്പിടിച്ച് ഇരിക്കാനൊരു വീട്. അത് വലുതൊന്നും ആണെന്നില്ല, ഒരു കൊച്ചു വീടായാലും മഴ കൊള്ളാണ്ട് ഉള്ളിൽ കയറി ഇരിക്കണം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് പറമ്പിലാണ് കേട്ടോ. ഇക്കയും മക്കളും ഞങ്ങളെല്ലാവരും കൂടി എത്തിയതാണ്. അപ്പോൾ ഇതാ ഇക്കാക്കോട് നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞില്ലേ വീട് പണി തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഈ മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷെഡ് കെട്ടാൻ കേട്ടോ. നമ്മൾ വാതിലും കട്ടിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ടും പിന്നെ പണിക്കാർക്ക് എന്തിനാ എനിക്കറിയില്ല, ഷെഡ് കെട്ടാൻ കേട്ടോ. അപ്പോൾ ഷെഡിന് വേണ്ടിയിട്ട് കുഴി കുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കാണിച്ചു തരാം. അവിടെ ഒരു പണിക്കാരൻ കുഴി കുത്തിക്കൊണ്ട് നിൽക്കണു. ഇതെന്തിനാന്ന് കുജ്ജ്? ഷെഡ് എടുത്ത് വെക്കണ്ടി. എത്തിന് ഷെഡ് ഉണ്ട്? സിമെന്റ് ഒക്കെ ഇടാൻ ഷെഡ് ഇട്ടാനാണല്ലോ. ഇത്ര ആയുള്ളൂ. എൻ്റെ അച്ചുട്ടി. ഇതാ കുത്തിയതാ? ഒന്ന് കുത്തിക്കണേ, ഒന്ന് കുത്തി ഇത്ര എളുപ്പയിക്കണേ. ഇത് കുത്തിയതാ? എളുപ്പം കുത്താൻ പറ്റുന്നുണ്ടല്ലേ സുഖമായിട്ട്. അതേമാതിരി അവിടെ നിന്ന് അത്ര എളുപ്പമുണ്ടല്ലേ. മീ കാലിടണ്ട നാല്. ഇതാ അവിടെ പൊന്നൂസ് അടിയില്ല. കല്യാണത്തിന് ഡ്രസ്സ് ഇപ്പോൾ അയച്ചിട്ടില്ല. ഓരോ മക്കളും കൂടി വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനവിടെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ കുട്ടികളും ഇപ്പം കൂടി വന്ന് ഞാൻ പിന്നെ എൻ്റെ സ്കൂട്ടിയും അങ്ങോട്ട് വരേ. അപ്പോൾ ഓരവിടെ പന്ത് കളിച്ചാൻ പോയതാ തോന്നുന്നു. ഇവിടെ നല്ല രസമാണ് ഗൈസ്, കുറുക്കന്മാരും ഒക്കെ ഉണ്ടാവും. അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീട് പണി തുടങ്ങണം. ആ കാണുന്ന വീടുകളൊക്കെ അതൊക്കെ ഈ പറമ്പിൽ തന്നെ ഇരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ആ സ്ഥലം ഇവിടുത്തെ കൊടുത്ത് അങ്ങനെ ഒരു ഇപ്പാടെ 3 മക്കളാണ് ആ വീട് കയറ്റിയിരിക്കുന്നത്. 3 മക്കളും ഒരേപോലത്തെ 3 വീട് കയറ്റിയതാണ്. ഇതിൻ്റെ ബാക്കി സ്ഥലം തന്നെ ഇരുന്നു കേട്ടോ. അത് പിന്നെ ഇവിടുത്തെ ഇക്കാടപ്പ കൊടുത്തതാണ്. അപ്പോൾ പിന്നെ അതിൽ വേറെ ആൾക്കാർ വീട് കയറ്റി. ആദ്യം ഇവിടെ വീടുകളൊന്നും ഇല്ലായിരുന്നു. ഒരു കാലി പറമ്പായിരുന്നു. ഇതേപോലത്തെ ഒരു പറമ്പായിരുന്നു. ഇപ്പോൾ ആ സ്ഥലം കൊടുത്തതിന് ശേഷം അവിടെ വീട് വന്ന്, പിന്നെ ഇതും അതിൽ പെട്ടത് തന്നെ, അതിൽ വന്ന വീട് തന്നെയാണ്. പിന്നെ ഈ വീടും ഇപ്പം അടുത്ത് വന്നതാണ് കേട്ടോ. ഇനി അടുത്തത് വരാനുള്ളത് ഞങ്ങളെ വീടാണ് കേട്ടോ. പെട്ടെന്നുണ്ടായ പോരലായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂട്ടിയും അങ്ങോട്ട് പോകുന്നതാണ്. കുട്ടികളും ബാപ്പിയും കൂടി കുറച്ച് മുന്നേ പോകുന്നേക്കുന്നു കേട്ടോ. അപ്പം പണി തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പണിക്കാർക്ക് വേണ്ടിയിട്ട് ചെറിയ ഷെഡ് കെട്ടാൻ വേണ്ടി സിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ ചെറിയ ഷെഡ് കെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ കുഴിയൊക്കെ കുത്തിക്കൊണ്ട് നിൽക്കണ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഞങ്ങൾ വീട് പണി തുടങ്ങാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു യൂട്യൂബിലൊക്കെ കേട്ടോ, എന്താണ് ഞങ്ങൾ വീട് പണി തുടങ്ങാത്തത്, എന്താ തുടങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ തറയിട്ടിട്ട് 2 വർഷം കഴിഞ്ഞു കേട്ടോ. 2 വർഷമായി തറയിട്ട് ചെയ്ത് പിന്നെ കല്ലൊക്കെ ഇറക്കുകയും ചെയ്തിട്ടാ. 2 കൊല്ലമായി കല്ലൊക്കെ ഇറക്കി ഇരിക്കുകയാണ്. അപ്പം തുടങ്ങാത്ത എന്തെന്ന് കാര്യം ചോദിച്ചാൽ ചെറിയൊരു കാരണം കൊണ്ട് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഇപ്പാടെ സ്ഥലമാണ് കേട്ടോ അതൊക്കെ. അപ്പം അത് ഇക്കാടപ്പം മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 12 കൊല്ലം കഴിഞ്ഞ്, 12 കൊല്ലമൊക്കെ ആയി ഇക്കാടപ്പം മരിച്ചിട്ട്. അപ്പം സ്വത്തും മുതലൊന്നും ഭാഗിച്ചിട്ടില്ല. ഇവിടെ 5 പെണ്ണും 2 ആണുമാണ്. ഇക്കാക്കൊരു ഏട്ടനും ഉണ്ട്, ഇക്കയുണ്ട്. 2 ആണും 5 പെണ്ണുമാണ്.
അപ്പം സ്വത്തൊക്കെ ഭാഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് കയറ്റാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇത്രയും കാലം നമ്മൾ കയറ്റാണ്ടിരുന്നത്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ തറ ഇട്ടിക്കണത്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞു വെച്ചത്. പക്ഷെ നമുക്ക് ഭാഗിച്ച് തന്നിട്ടില്ല. പിന്നെ ഭാഗിച്ച് തന്ന് അതിൽ കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ട് ഞങ്ങൾക്ക് അവിടെ വീട് കയറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ടാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത്. പക്ഷേ മുതലൊന്നും സ്വത്തൊന്നും ഇതുവരെ ഭാഗിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അതിനാരും മെനക്കെട്ടിട്ടില്ല, ആരും വേണ്ടി ഇറങ്ങിയിട്ടില്ല. ഒക്കെ ചോദിച്ചിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുപോലെ അപ്പം അത് സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അത് നമ്മളിതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭാഗിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീട് കയറ്റാൻ വൈകിയത്. അപ്പം അത് പിന്നെ നമുക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറ്റാൻ ഓട്ടോ ഓടിച്ചുകൊണ്ടൊക്കെ അറിയാമല്ലോ, ഒരു വീടൊന്നും കയറ്റാനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ട് അതിനൊരു കുറച്ച് സെൻറ്റ് 5-10 സെൻറ്റ് കൊടുത്തിട്ട് വിറ്റിട്ട് ഞങ്ങൾക്ക് കയറ്റാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീട് അത്യാവശ്യം അയക്കണം ഇപ്പോൾ. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് വീട് അത്ര കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ആ വീട് ഒരു ഭാഗമൊക്കെ പൊളിഞ്ഞടിക്കണേ. ഒരു പെട്ടെന്നൊരു കുലുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട് തലയിൽ കൂടെ ചാടും, ആ അവസ്ഥയിൽ അയക്കണേ. അപ്പോൾ പിന്നെ ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയുക, തുടങ്ങാമെന്ന് വിചാരിച്ച്. ഏതായാലും ഇപ്പോഴത്തെ സ്ഥലം തന്നെയാണ്, ഞങ്ങൾക്ക് തന്നെയാണ് ഇക്കാരം. എന്നാലും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കണത്. കല്ലൊക്കെ ഇറക്കിയിരിക്കണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് കുറേശ്ശായിട്ട് തുടങ്ങണം. പിന്നെ ഒരു വീടെന്ന് പറഞ്ഞത് എല്ലാവരും സ്വപ്നമാണ്. എല്ലാവരും ചോദിച്ചില്ല എനിക്ക് എന്താ സങ്കടമുണ്ടോ എന്തോ ഒരു സങ്കടം ഉണ്ടെന്നൊക്കെ പറയില്ലേ. സങ്കടം എന്ന് പറഞ്ഞതിൽ ഒരു വീട് അതെല്ലാവരും സ്വപ്നമാണ് കേട്ടോ. ഞങ്ങളെ വീടുണ്ട്, ഞങ്ങൾക്ക് അൽഹംദുലില്ലാ നിൽക്കാൻ ഒരു വീടുണ്ട്. പക്ഷെ അത് മഴ പെയ്താൽ അതിൻ്റെ അവസ്ഥ കഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കുലുങ്ങിയാൽ തലയിൽ ചാടണ കോലയിക്കണേ. അപ്പോൾ അതൊക്കെയാണ് വീട് പണി പെൻഡിങ് ആവാനുള്ള കാരണം. അപ്പോൾ ഞാൻ തന്നെ എന്ന് പറഞ്ഞത് ഭാഗിച്ച് കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ പേരിലുള്ള സ്ഥലം കൊടുത്തിട്ടൊക്കെ തുടങ്ങാം. വീട് പണി നേർച്ചൊരു പെൻഡിങ്ങായി അവിടെ നീട്ടി കിടന്ന് പോവുമായിരുന്നു. അപ്പോൾ ഇനി നീണ്ടു കിടന്നാൽ നടക്കൂല. മക്കളൊക്കെ വലുതായി, മക്കൾക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ ഇനിയൊരു മഴ മഴക്കാലമൊക്കെ ആകുമ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ കഷ്ടമാണ് അവിടെ. പിന്നെ ഏതായാലും കല്ലൊക്കെ ഇറക്കിയിട്ട് കുറേ ആയില്ലേ, 2 കൊല്ലമായില്ലേ, കല്ലൊക്കെ കിടന്ന് നാശമാവില്ലേ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കോറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ കോറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കല്ലൊക്കെ നമ്മൾ വാങ്ങി ഇറക്കി വെച്ചിരിക്കണ്. അപ്പോൾ തറയിട്ട് വെച്ചിരിക്കണില്ലേ. അപ്പോൾ ഇനി രണ്ടും കൽപ്പിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കണ്. അപ്പോൾ നമ്മുടെ വിചാരിച്ച പ്ലാനൊന്നും ശരിയായിട്ടില്ല. അത് ഒന്നും റെഡി ആയിട്ടില്ല. അതിപ്പോഴും ഇങ്ങനെ കിടക്കുന്നതാണ്. അതൊന്ന് ഭാഗിച്ച് കിട്ടിയാൽ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് റാഹത്തായിട്ട് ഞങ്ങളെ വീട് പണി തുടങ്ങാം. പിന്നെ പഠിച്ചവനോട് പറയുന്നുണ്ട്, പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കാം. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീട് പണി പെൻഡിങ് ആയതിട്ട്. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്താണ് ഞാൻ തറയിക്കിട്ടതും ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു യൂട്യൂബിൽ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചും ചെയ്തിരുന്നു എന്താണ് തുടങ്ങാത്തേന്ന്. അപ്പോൾ ആരും ചോദിക്കും, കാരണം 2 കൊല്ലമായില്ലേ ഈ കൊല്ലം കിടക്കണ്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് തുടങ്ങാത്ത കാരണം ഇതാണ്. പെട്ടെന്ന് അങ്ങോട്ട് വീട് പണി എന്ന് പറഞ്ഞത് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. പിന്നെ നാട്ടിൽ തന്നെ ആവുമ്പോൾ അതും ബുദ്ധിമുട്ടാണ്, ഗൾഫ് അങ്ങനെയൊക്കെ ആവുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇതായിരുന്നു പരിപാടി. അപ്പോൾ ഇതായിട്ട് ആയതുമില്ല. പിന്നെ ഇപ്പം ഏതായാലും തുടങ്ങുമ്പോൾ ഒക്കെ റെഡിയാവും. ഞാനും അതാ പറഞ്ഞത്, നമ്മൾ തുടങ്ങുമ്പോൾ ഒക്കെ ശരിയായിക്കോളുന്ന്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ ഒരു വീട് എളുപ്പം കയറുക എന്നുള്ളത്. കുട്ടികൾക്കും സങ്കടമാണ്. കുട്ടികളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ സങ്കടം ഇടങ്ങേറാണ് കേട്ടോ. പിന്നെ അതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലെ സങ്കടം എന്നുള്ളത്. ഒരു നല്ലൊരു വീട്, ഒരു ചെറിയ വീട്, ചോരാതെ നമ്മൾ മക്കളെയും കൊണ്ട് മഴയൊക്കെ പെയ്യണ നേരത്ത് ചോരാതെ ഉള്ളിൽ മക്കളെയും കൂട്ടിപ്പിടിച്ച് ഇരിക്കാനൊരു വീട്. അത് വലുതൊന്നും വേണമെന്നില്ല, ഒരു കൊച്ചു വീടായാലും മഴ കൊള്ളാണ്ട് ഉള്ളിൽ കയറിയിരിക്കണം. അങ്ങനത്തെ ഒരു വീട് എല്ലാവരും സ്വപ്നമാണ്. വീടില്ലാത്തവരും സ്വപ്നമാണ്. ഞങ്ങൾക്ക് വീടുണ്ട് അൽഹംദുലില്ലാ.
ഒരു പഴയ വീടുണ്ട്. പക്ഷേ ആ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര കഷ്ടമാണ്. എന്താ പറയുക, കഴിഞ്ഞ കാറ്റിന് ഒരു സൈഡ് മൊത്തം പൊളിഞ്ഞാടി, ഒരു ഭാഗം മൊത്തം ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ കിടന്നാൽ ഇവിടെ കല്ലും നാശമാവും, അവിടെ വീടും മേലെക്കൂടെ ചാടും. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീട് പണി തുടങ്ങാമെന്ന് തോന്നുന്നത്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കണ്. അതൊക്കെ തന്നെയാണ് കേട്ടോ, പിന്നെ അല്ലാണ്ടൊന്നുമല്ല. അപ്പോൾ ഇന്നിപ്പം പണിക്കാർക്ക് വേണ്ടിയിട്ട് ഷെഡ് കെട്ടാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാനും കൂടെ പോകുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി പോകുന്നതാണ് കേട്ടോ. പിന്നെന്താ പറയുക, അത്രയേ ഉള്ളൂ. പിന്നെ വീട് എങ്ങനത്തെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, നാടൻ വീടാണ്, ഓടിട്ട വീടാണ്. നമ്മൾ പഴയ നടുമുറ്റൊക്കെയുള്ള പഴയ വീടാണ്. ഇക്ക പറഞ്ഞത് ചിലവൊക്കെ കുറവാണ് ഈ വീടിനെന്ന് പറഞ്ഞിട്ടാണ് കയറ്റുന്നത് കേട്ടോ. ചിലവൊക്കെ കുറവാണ്, വാർപ്പൊന്നുമില്ല. അപ്പോൾ മേലക്കൊന്നുമില്ല, താഴെയുള്ള ചുറ്റും റൂമുകൾ, ബെഡ്റൂമൊക്കെ അടിയിൽ തന്നെ വെച്ചിട്ടുള്ള റൂമാണ്. കുഴപ്പമില്ല, നാടൻ വീടാണ്, അത്രയേ ഉള്ളൂ. ചിലവൊക്കെ ചുരുക്കമാണെന്നൊക്കെ പറഞ്ഞത് ഈ വീടിന്, വാർപ്പിനെ അപേക്ഷിച്ച് കുറവാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അറിയില്ല, ഉണ്ടാക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അതിനെ പറ്റി. പിന്നെ അപ്പം ജനലിനും വാതിലിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഈ മാസം ലാസ്റ്റോടു കൂടി സെറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സെറ്റായി കൊണ്ടുവന്നാൽ പണിക്കാരോട് പറഞ്ഞിട്ടുണ്ട്, പടവിന് കരാറല്ല കേട്ടോ, നമ്മൾ കൂലിപ്പണിയാണ് എടുപ്പിച്ചത്. ഓരോ ദിവസം കൂലിയായിട്ട് എടുപ്പിച്ചാണ് പണിക്കാരെ കൊണ്ട്. അപ്പോൾ കരാറൊന്നല്ല കൊടുത്തിരിക്കണത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഓരൊക്കെ അത് വാതിലും കെട്ടിട്ടുണ്ട്, സെറ്റായി, വാതിലും ജനലൊക്കെ സെറ്റായി വന്നാൽ ഇൻഷാ അല്ലാ അടുത്ത മാസമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പെട്ടെന്ന് ഞങ്ങൾക്കും ഞങ്ങളെ വീടൊന്ന് പൊന്തി കെട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഇതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പച്ചിയും കുട്ടിയും കുഴങ്ങി കുത്തിറക്കാണ്. ഞാൻ അടുത്ത ആളാണ് ഡ്യൂട്ടി. എന്താ അല്ലും അച്ഛനും എജ്ജാ കുത്താന്? ഇപ്പച്ചി എന്താ ഓളെ കുത്താക്കാത്ത? ഓളും നിങ്ങളെ കുട്ടി തന്നെയല്ലേ. ഞാൻ പിന്നെ ഹെൽപ്പിന് വരൂലട്ടോ, എനിക്ക് എന്നെ കൊണ്ട് വെജ്ജ. അങ്ങനെ ഇതാ 2-3 ഷെഡ് കെട്ടാനിതാ കുറച്ച് 4 കുഴി കുത്തിക്കണേ എല്ലാവരും കൂടി. കുഴിയൊക്കെ കുത്തി അവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനും പോവാണ്. അപ്പോൾ അങ്ങനെ ഞാനും പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ടാക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.